രായണ്ണന്റെ ആ ഒരു മറച്ചില് കാരണം അതൊരു ഓർമ്മയായിരുന്നു കേട്ടോ രായണ്ണ. ഓൾവേസ് ദാറ്റ് ടി വി മെമ്പർ. എന്താടാ നീ ചെയ്യുന്നേ? റാബൊക്കെ പോയിട്ടാ 5.5 ഇഞ്ചിന്റെ ടിവിയും പിടിച്ചിരിക്കുന്ന കണ്ടാ ലാസ്റ്റ്. ഇതാരാണ് തലയില് കോണാനൊക്കെ ഇട്ട്? തല കോണാനൊക്കെ ഇതാരാ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണോ? ഹലോ ദൈവമാണോ? ദൈവമാണോ? ഇതാ രായണ്ണനാ? ഇത് രായണ്ണൻ. രായണ്ണൻ ഏത് രായൻ? ടി വി രായനോ? ഓ ടി വി രായൻ ഇല്ലാന്ന് ആരോ പറയുന്ന തോന്നിയതാ. പോയെന്ന് പറഞ്ഞത് അത് വേറെ രണ്ട് രായനുണ്ടോ? അല്ലല്ലോ രായണ്ണൻ തന്നെ. ആ നിങ്ങള് ടി വിന്ന് ഇറങ്ങിയിരുന്നോ ഇടക്ക്? അല്ല ഇടക്ക് വെച്ച് ടി വിന്ന് ഇറങ്ങിയായിരുന്നോ? ഓ പറഞ്ഞോ. നിന്റെ വിളി വിളി കാരണം ഞാൻ നിന്നെ വീണത് മനസ്സിലായോ? നിന്റെ കണ്ണാന്നുള്ള വിളി കാരണം ഞാനും വീണത് മനസ്സിലായോ? എല്ലാവരെയും മയക്കാനുള്ള നിന്നെന്താ വിളിച്ചേ? അല്ലെ നിന്നെ എന്താ തൊപ്പിന്നാണോ വിളിക്കണേ? അവളുടെ വായി തന്നെ കേൾക്കണം. ഓ പിന്നെ നാണമാനം ഉള്ളവരല്ലേ നാണം കെടുത്തുള്ളൂ. പണ്ട് ഗ്യാങ്ങോസ് രായനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനുശേഷം വീരകഥകൾ കൊറേ ഉണ്ട്. വീരകഥകള് പിന്നെ സുഖം തന്നെ. അടിപൊളിയായിട്ട് പോകുന്നു. രായണ്ണന്റെ ആ ഒരു മറച്ചില് അത് കൊണ്ടല്ലേ എല്ലാവർക്കും ഇസ്മായിലൊക്കെ നേരത്തെ അറിയാം. നമുക്ക് അറിയാം. പിന്നെ ഇസ്മായില് ഉസ്മാന് ഇവരെയൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നേ. ആ ഇസ്മായിൽ ഉസ്മാനൊക്കെ നേരത്തെ അറിയുന്നേ. ഒരു മിനിറ്റ്, ഒരു തൊപ്പി വേറെ പ്രശ്നമുണ്ട്. നിങ്ങളെ ആസ്ഥാനില്ലേ ബിലാല്, ഓന്റെ പെണ്ണാന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊടുന്നു. അത് നോക്കി കല്യാണം കഴിച്ചാൻ പോവാ തോന്നാ. ബിലാലിന്റെ കല്യാണമാണോ? അതോക്കിയാ പെണ്ണ് ബിലാൽ എന്ത് എന്നിട്ട്? ബിലാൽ ചെക്കനില്ലേ? മാറാട്ടം എവിടെ? ഞാൻ കാണുന്നില്ല. അതൊരു ഓർമ്മയായിരുന്നു കേട്ടോ രായണ്ണ. ഞാനും മിണ്ടായിരിക്കണം. ഞാൻ പറയിച്ച് രായണ്ണ തന്നെ പറയട്ടെ. അല്ല ഈ ഫാമിലി ഉണ്ടെന്ന് ഇപ്പോഴും ഉണ്ടെന്ന്. അതൊന്നും സാധനം രായണ്ണ. അത് കൊറേ നാളായി കണ്ടിട്ട് അതുകൊണ്ട് വന്ന് സംസാരിച്ചോണ്ട് കണ്ടപ്പെട്ടി എന്തുവാടാ അനാവശ്യം പറയാതാടാ ഒരു പെണ്ണിനെ പറ്റി. ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. മറ്റേ ലവനെ വളയ്ക്കാൻ നടക്കട്ടെ. അവനെ വളയ്ക്കാൻ നടക്കട്ടെ. അവൻ വേണ്ടടാ. എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് അവൻ വേണ്ടടാ. നീ ഇത്ര ആലോചിച്ചാൽ അവന്റെ കൂടെ ഉള്ള ജീവിതമാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ സിറ്റി വരുന്നത് ഒരു വട്ടമായിരിക്കും പ്രേമ നിന്റെ. ഏടാ നിനക്ക് മനസ്സിലായോ? എന്റെ കൂടെ ഉള്ള ആ എന്റെ കൂടെ ഉള്ള അനാവശ്യം പറഞ്ഞിട്ടുള്ള ഞാന് പറയടാ പറയടാ. എന്റെ കൂടെ ഉള്ള ജീവിതമാണെങ്കിൽ കാറ്റി നിനക്ക് ഇടക്കിടക്ക് ഇതാക്കാം. അയ്യേ എനിക്ക് ഫ്രീ ഓഫർ ഒന്നും വേണ്ട. പിന്നെ രായണ്ണ സുഖാണോ രായണ്ണ? ഞാൻ വീഡിയോ കളിക്കാൻ വേണ്ടി വന്നത്. എന്താണ് തോളത്ത് വീകുഞ്ഞൊക്കെ ഉണ്ടല്ലോ. ഇതെന്തൊരു കോലാണ്? അണ്ണന്റെ പഴയ കോല ഇട്ട മറ്റേ മുടി ഉണ്ടല്ലോ ഇവിടെ. അവിടെ ഉണ്ട്. ഞാൻ ചുമ്മാ തൽക്കാലത്തിൽ ഇട്ടതാ. ഒരുത്തമാര് വരോടെ വള്ളിന്നും പറഞ്ഞു. ഒരിതുമില്ല. അത് നമ്മള് അണ്ണത് ആരെന്നൊന്ന് പറഞ്ഞാൽ നമ്മള് ഡീൽ ചെയ്തേക്കാ.
അത് വേണ്ട ഞാൻ ഇഷ്ടം തൊടത്തില്ലല്ലേ? അണ്ണാ ഞാൻ പറഞ്ഞ അണ്ണ പഴയ വേഷത്തിൽ തന്നെ നടക്കാം. അണ്ണന്റെ മുണ്ട് കൊടുത്ത അണ്ണ ഒരു ചുമന്ന ഡ്രസ്സൊക്കെ വന്നേ. ഞാനേ ഇവിടെ TDM കളിക്കാൻ മാത്രമേ കേറാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ലുക്കിലൊക്കെ വന്നു. അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് അടിയായിരിക്കും അവിടെ. അല്ലെങ്കിലേ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല. ആരുമില്ല, നാനുവിന് മാത്രമേ ഉള്ളു. ആണല്ലേ? ബാക്കി എല്ലാവരും ടൂർ പോയേക്കാം. ചന്ദ്ര വന്നില്ല, കരണ്ടില്ല. ചെറിയ നിന്റെ അടുത്ത് ഒരു ഇഷ്ടമുള്ള പോലെ തോന്നുന്നു എണ്ണാപ്പി. കാരണം ഞാനിപ്പോ യൂണിവേഴ്സൽ ക്രഷ് ആണ്, മനസ്സിലായി. സിറ്റിയിലെ റെമോ ഓർമ്മ അവള് നിന്നെ ഇംപ്രസ് ചെയ്യാൻ അണ്ണനും കൂടെ ചേർന്ന് മറ്റേ അവളെ മറ്റേ ഈ ഡ്രസ് ഇടിയിപ്പിച്ച് മറ്റേ അവള് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഭ്രാന്തിയെ പോലെ വന്നിരിക്കുന്നത്. എന്നിട്ട് വിളി കണ്ണാ. എനിക്കത് കേട്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് ചെവിത്ത് കേടങ്ങ് വന്നു. നിന്റെ ഫസ്റ്റ് ക്രഷ് അല്ലടാ അവള്? ആര്? ഇവള്? അല്ല എന്റെ ഫസ്റ്റ് ക്രഷ് റോസി ഇല്ലേ, പൊര നേർന്നു. ശരിയാ റോസ്. റോസിക്ക് എവിടെ പോയല്ലേ? റോക്സി അല്ല, റോക്സി എന്ന് പറഞ്ഞാ വേറെ ആളല്ല, സക്കീറിന്റെ ക്രഷ്. സക്കീറിന്റെ പെണ്ണ്. അതല്ല. എടാ സക്കീർ എവിടെയാടാ? സക്കീർ ഇതിനെല്ലാം അങ്ങ് ഇല്ല, ഇതിലൊന്നില്ല. കോളേജ്, വീട്, അതങ്ങനെ അവനൊന്ന് കൊണ്ടുവരാൻ തിരിച്ച്. മാമ ഇവിടെ കുടിലൊക്കെ കെട്ടിന്നറിഞ്ഞ് സ്ലോട്ട് ഒന്നും ഇല്ല. ഇപ്പൊ വേറെ ഗ്യാങ്ങിലൊക്കെ സ്ലോട്ട് വെച്ചെന്നാ കിട്ടിയവര്. ചരക്കെണ്ണ പറഞ്ഞിട്ട് അത് കുടിലൊക്കെ അവളെന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനാണോ അവളെ നോക്കുന്നത്? അത് തന്നെ ആണല്ലേ? പറയുന്ന തക്കാളി എടുത്ത ഒരു സ്ലാപ്പ് ഇട്ട് തക്കാളി ബിജുവിന് ഒരെണ്ണം കൊടുക്കട്ടെ. അല്ല ഇത് പ്രോട്ടീൻ കിട്ടിയോ? അല്ല മാറി കിട്ടിയോ? ആ പോട്ടെ. തക്കാളി ബിജു സാറല്ലേ? സാറേ ബിഗ് ഫാൻ കേട്ടോ, ബിഗ് ഫാൻ. തോന്നി, മനസ്സിലായില്ലേ? പോലീസ് എഴുതേ. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അണ്ണാ പറ. എന്താണ് ഇനി പരിപാടി? എന്താണ് പരിപാടി? ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുന്നു. ഞാനെന്താ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു? അയ്യോ നിങ്ങൾക്ക് ഇപ്പൊ വള്ളിയൊക്കെ വരണ ഭയങ്കര കുറഞ്ഞല്ലേ? ഭയങ്കര കുറഞ്ഞു. ഇപ്പൊ ഒരു വള്ളി എടുക്കണമെങ്കിൽ എന്താണെന്ന് അറിയാവണ, അവന്റെ നാക്ക് പിടിച്ച് തൊണ്ടയ്ക്ക് അകത്ത് കൈ വെച്ചിട്ടാണ് വള്ളി എടുക്കാനായിട്ട്. അല്ല ഒരുത്തിനും മിണ്ടത്തില്ല. അണ്ണാ ഞാൻ പറഞ്ഞ ആകെ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞ രണ്ട് പറയുന്നത് GJ മാത്രമാണ്. ഇപ്പൊ ഈ സമയമാകുമ്പോഴത്തേനും കുറെ എണ്ണത്തിനങ്ങ് കേറും. ഗ്യാങ്സ് കൊണ്ടുപോയിട്ട് നിന്നെ കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞു മൊട്ടം വെള്ളി. ഇപ്പൊ ഇനി SRക്ക് റൗണ്ട് ഉണ്ട്, അന്ന് കൊടുക്കണം. അല്ലാതെ എനിക്ക് സമാധാനം വരത്തില്ല. അത് ഞാൻ തന്നെ ഒരു തമ്പി റിട്ടേൺസ് ഉണ്ട് അതിന്. ഒന്ന് ആലോചിച്ച് നോക്കടാ, കുരങ്ങന്മാരെ അടിക്കാൻ പോകുമ്പോ ആനകൾ നോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഇതിപ്പോ ഒരു സിറ്റിയുടെ പാതി എന്ന് പറഞ്ഞ ഒന്ന് കാടും ഒന്ന് സിറ്റിയാണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഞാൻ മുയലാണോ? എടി ഏപ്രാച്ചിടി ഈ സിറ്റിയിലെ ഞാൻ പോയപ്പോഴേ ഉള്ള ഒരു കൗണ്ട് അല്ലേ ഇപ്പൊ പകുതി ആമ്പിളേര് പകുതി പെമ്പിളേരുമായി. അല്ല 500 100 അങ്ങനെ തക്കാളി മാസമായിട്ട് വരുന്നത്. തക്കാളി സാർ സുഖാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു. സാറേ ഇപ്പൊ ഏത് ഗ്രേഡ്? ഞാൻ മാസ്റ്റർ സർജന്റ്. മാസം സർവന്റ് എന്താ? എനിക്കാ വരുന്നത്. തൂറാത്ത തൂറുമ്പോ തീട്ടൊക്കെ ഉണ്ട് ആറാട്ട്. സാറേ ഈ ഗ്രേഡ് എന്ന് പറയുമ്പോ എന്താ? എനിക്ക് നമുക്ക് ഇങ്ങനെ കേട്ടില്ല. സർജന്റ് കറക്റ്റ് കേട്ടല്ലോ.
താങ്ക് യു സാറേ താങ്ക് യു കണ്ണാപ്പിങ് വന്നേടാ കണ്ണാപ്പിങ് വന്നേ എടുത്തോട്ടോ ഇത്രയും പേരുടെ മുന്നേ വെച്ചേ അപ്പൊ പോലീസ് ഒരു ഉണ്ടാക്കാന്ന രീതിയിൽ ഇരിക്കുമല്ലോ അതായിരിക്കണ്ട സാധനം അങ്ങ് കഫ് ചെയ്ത് പീഡിപ്പിക്കും കണ്ണ എന്തോ പറഞ്ഞ കയറ്റി പറഞ്ഞ ഇങ്ങോട്ട് പോ ടേസ്റ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല സാറേ തക്കാളിയും മലയിറക്കാടിയൊക്കെ വീട്ടില് സാറൻ കൈവൊക്കെ സുഹൃത്തെ ഗണ്ണെടുത്തകത്ത് വെക്ക് സാറേ കൈവൊക്കെ അവനെ വെറുതെ ഇട്ടെ വെറുതെ ഇട്ടോ സുഹൃത്തെ സാറേ രണ്ട് man show വേണ്ട സാറേ ഇവിടെ ആൾക്കാരെ രണ്ട് മാൻ ഷോ അല്ല നമ്മൾ എന്താണ് സാറേ, ചുമ്മാ വന്ന് മറ്റേ കൈവെക്കുന്നത് ശരിയല്ലല്ലോ അത് ശരിയാണ് തക്കാളി സാർ എന്ത് കണ്ടില്ലായിരുന്നല്ലോ ചുമ്മാ നിൽക്കുമല്ലേ ഇതില് കുറച്ച് വികൃതി അത് പോട്ടെ, കുട്ടികളെ പോട്ടെ, സാരമില്ല, കാണും. അത് സാറിമാര് ഒന്ന് ശരിയാക്കണം. അതന്നെ, ഒരു ചാൻസ് കൊടുക്കണം എല്ലാവർക്കും. സാറേ ഇതിപ്പോ കൊറേ നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ തക്കാളി സാറേ ഇവനെ ഞാൻ കൊടുത്തായിരുന്നു ഇവ കുറച്ചുപേ വന്ന് ഇതുപോലെ ഒന്ന് ചെയ്തപ്പോ ഞാൻ എനിക്കൊന്നുമില്ലല്ലോ സാറേ അതുകൊണ്ടാണ് ഞാൻ വന്നത് സാറേ നിങ്ങളെ കണ്ട ഏറെക്കുറെ ഒരേപോലെ ഇരിപ്പുണ്ടേ അപ്പൊ നിങ്ങള് ചേട്ടൻ അനിയനാന്ന രീതിയിൽ ഞാൻ കുട്ടാ, തക്കാളി. ചേട്ടനാണ് സോറി സാറേ തക്കാളി സാറേ എന്നാ വന്നത് ഹലോ ഞാൻ വന്നിട്ട് കുറച്ചായി ഞാൻ ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു കുറവുണ്ട് കേട്ടോ ഇപ്പൊ ഒരു പീഡിയില് കാണാനുണ്ട് എനിക്ക് ഇനി തോന്നുന്നു കുറച്ചുകൂടെ നല്ലൊരു ഫണ്ണി പീഡിയിനെ നമുക്ക് ഇനി കാണാന്ന് വിചാരിക്കുന്നു തക്കാളി സാർ വന്നോടെ ഇല്ലില്ല ഞാന് എല്ലാ അല്ല ദിവസവും നമ്മളിപ്പോ ഒരു ഗ്യാങ്ങിനുള്ള എന്ത് കാര്യമാണല്ലോ നമ്മളൊരു കോമാളി കയറിയാലേ അവിടെ റെഡി ആവത്തുള്ളൂ അതിപ്പോ കറക്റ്റായി പീഡിക്ക് ഇപ്പൊ കറക്റ്റായി അപ്പൊ ടി വി ഒക്കെ ഉണ്ട് അത് കൗണ്ടർ വേണ്ട കേട്ടില്ല ടി വിക്ക് ഞാനുണ്ട് അത് മറു കൗണ്ടർ വേണ്ട ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ല അതായിരിക്കും അടുത്ത കൗണ്ടർ മറു കൗണ്ടർ നമ്മളെ അടിക്കണമല്ലോ പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി തക്കാളി OG RP പ്ലെയർ കലക്കി തന്നല്ലോ മതി ഇനി കാറ്റിങ്ങോ എടാ ലോറ മിസ് ചെയ്യുന്നു എവിടെ കണ്ണാപ്പി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആ നീ എന്തിനാടാ എന്റെ ജീവിതത്തിൽ ഇനി ഇടപെടുന്നേ കാറ്റി പറ അക്സെപ്റ്റ് എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ എന്നിട്ട് വേണം നീ എന്നെ അടിക്കാൻ നാണോണ്ടോടാ പട്ടി അതല്ലടി ആ. അക്സെപ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടാണ് അക്സെപ്റ്റ് ചെയ്യടി അക്സെപ്റ്റ് ചെയ്യുന്നീ വേണ്ടാത്തൊന്ന് എടി എന്താടി ആ പിന്നെ ശരി എന്താ ശരി ശരിയാ എനിക്ക് പിന്നെ പേടിയാ അക്സെപ്റ്റ് കണ്ണാ ഞാനൊരു കാര്യം പറയട്ടെ ആ പറ ഒരാൾ ഇപ്പുറത്തിരുന്ന് മിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആര് ആ. എവിടെ ഇരുന്നാ പറയുന്നേ ഇവള് ആലിസിന്റെ ഓക്കെ മതിയല്ലോ ശരി ആ ഇനിയിപ്പോ എന്താ അയ്യേ ഇതൊക്കെ ആരാണ് കൊണ്ടിടുന്നത് എന്നാ കാറ്റി എന്താണ് ചോദിച്ചു ഇതൊക്കെ അയ്യേ കാറ്റി അയ്യേ, എന്താണ് കണ്ണാപ്പി, കാറ്റി എന്റെ ഇത് അടുത്തൊന്നും വെച്ച് വിടുന്ന കാറ്റി ഇതെന്താ ലൈസിന്റെ പരസ്യമാണ് ലൈസിന്റെ പരസ്യം ഉരുളക്കിഴങ്ങ് കഴിച്ചോണ്ട് വന്നിട്ട് ഓ കാറ്റി നിന്റെ സൈഡിൽ നിന്നാട്ടോ സറൗണ്ടിങ് ആയിട്ടോ ശബ്ദം കേൾക്കാം കാറ്റി അക്സെപ്റ്റ് ചെയ്യടി കാറ്റി അക്സെപ്റ്റ് ചെയ്യ ദൈവമേ കാണുന്നിരുന്നു എന്താടാ നീ ചെയ്യുന്നേ അയ്യേ. ആ, എണീക്കുന്നില്ലേ ചന്തി ഉറച്ചേ ദൈവമേ ചന്തി ഉറച്ചേ എണീക്കുന്നില്ലേ എന്താന്ന് വെച്ചാ ചെയ്തോ ഒരു തീട്ടപ്പരിപാടി ആയിട്ട് വന്നേക്കോ എടാ പോടാ എഴുന്നേറ്റ്. കാറ്റി അന്നേടി ലോറാന്ന് അവന്റെ ലോറ അക്സെപ്റ്റ് എന്തിനാടാ ചെയ്യടി നീ വേണ്ട നീ വേണ്ട അക്സെപ്റ്റ് ഞാൻ പറയുന്നേ അക്സെപ്റ്റ് ചെയ്യ് നീയും ഞാനും രാവും അമ്പിളിയും എത്ര നാളായി കയറ്റിങ്ങനെ നമ്മള് തോളത്തൊക്കെ എടുത്തോണ്ട് നടന്നിട്ട് നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലടാ മനസ്സിലായില്ലേ കാറ്റി വിടുന്നു ഇടത്തോ സൈഡിലോട്ട് നോക്കിയേ ഇടത്തെ സൈഡിലോട്ട് അവിടെ അത് വെളിച്ച കാണുന്നുണ്ടോ ആ അത് കാണുന്നുണ്ട് എന്റെ റൂമാ അത് എന്റെ റൂമാ അപ്പാർട്ട്മെന്റ്
ഞാൻ മേടിച്ചതാന്ന്. അത് ഭയങ്കര വില മേടിക്കാം സിറ്റിയിൽ ഒരാൾക്ക്. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. 200 കോടി. 200 കൂടിയോ? ആ അപ്പം ഇന്ന് ഇനാഗുറേഷനാ കയറ്റി വരുന്നോ? ഇനഗ്രേഷനോ? ഇല്ലടാ, സമയമായി. നൈറ്റ് ഒന്നും വേറെ ആൾക്കാരുടെ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ല എനിക്കെന്താ. എവിടെ പോണേ? എവിടെ പോണുണ്ടേ? എന്റെ പാലുകാച്ചിന് വരാത്ത നീ ഒന്നും മരണ്ട. പാലേച്ചിന് നാളെ വരാടാ, രാവിലെ വരാടാ. ആര്? എന്താടാ വലിയ അണ്ണനോ? വലിയ അണ്ണനോടാ നീ? നീ ആരാടാ വലിയ അണ്ണനോ? എന്താടാ ഇന്ന് കാട്ടുയുദ്ധമാണോ? കൊരങ്ങനോ ആന യുദ്ധമാണോ ഇന്ന്? എടാ നീ എഴുതി വെച്ചോ സ്കൂളിന്റെ കഴിയട്ടാ. ആദ്യം വന്ന് ഞാൻ വിളിക്കാൻ തന്നെ വിശദമായിട്ട് പറയാണ്ട്. ഒരാഴ്ച കൂടെ ഞാൻ ഉണ്ടാവണ്ണ പോവാ. എവിടെ പോവാ? ജയിലില? ഓ പരോള് കഴിഞ്ഞല്ലേ? പരോളല്ല അണ്ണാ, പോവാ. എവിടെ പോവാ? ഗൾഫിലാ? ഗൾഫിലാ? എവിടെ? അബുദാബി. അളിയാ റെഡേ അങ്ങനെ പോവാണ്. അബുദാബിയില് കൂളൊന്നും കിട്ടത്തില്ലേ? ഒരാഴ്ചക്കുള്ള റെഡ് മാൻ ഇവിടെ തീരും. റെഡ് മാൻ ഇല്ല. അളിയാ റെഡേ നീ പോവാണോടാ? പോവാണ്. ഞാൻ കരയല്ലോ അളിയാ. പോളിയാ ഇനി ഇല്ല, റെഡ് മാൻ ഇല്ല ഇനി. നെവർ എവർ. ആ നല്ല കാര്യം. പണിയെടുത്ത് 10 കാശ് ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ ചുണ്ടില് കൂള് വെച്ച് അനുമാനെ പോലെ നടക്കാം. പണിയെടുത്ത് 10 കാശ് ഉണ്ടാക്കാൻ നോക്ക്. ഉണ്ടാക്കി മോനെ പറഞ്ഞ എന്നോണം വരെ അപ്പൊ അങ്ങനെ സംസാരിച്ച് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കേട്ടിട്ട് മാറ്റുന്നെങ്കിൽ മാറ്റിട്ട്. അതല്ല നിങ്ങൾ തുടക്കത്തിലേ വന്ന് റൂഡായിട്ട് സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈപ്പറിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായി. അത് ഓൾറെഡി ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു. നമ്മൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ. വണ്ടി ഇവിടെ കേട്ടുന്നതിന്റെ അങ്ങനെ ഒരു പോവല്ലേ? ഹലോ അവിടെ ഉണ്ട് ഓഫീസേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങൾ അവിടെ ചെന്നാൽ മതി. അവിടെ ബെല്ലുണ്ട്. ആ മറ്റേ ലോബിയിൽ അവിടെ ഒരു ബെല്ലുണ്ട്. ബെല്ല് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ആരും വന്നോളൂ. അകത്ത് ലോബിയില്ലേ, ലോബിയുടെ അവിടെ റിസപ്ഷന്റെ അടുത്തായിട്ട് ചെന്നിട്ട് അവിടെ ഒരു ബെല്ലിന്റെ ഇത് കാണും. ഹലോ ഓ നമ്മൾക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മീറ്റിങ്ങിനൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ അറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. മനസ്സിലായില്ല? ഓ വല്യണ്ണനാണോ? SRല്ലേ വല്യണ്ണൻ? എടാ സുഖാണോടാ സീഫാളിയ? എന്താണ് കണ്ണാപ്പി ലുക്കായിട്ടുണ്ടല്ലോ ഇപ്പൊ. നമ്മള് പിന്നെ പണ്ടത്തെ പോലാണോ? റെഡ്മൺ പോവാന്നാണല്ലോ അറിഞ്ഞത്. എന്റെ പൊന്നെ കണ്ണാപ്പി അവൻ പറഞ്ഞ വിശ്വസിക്കല്ലേ? ആണോ? കളാണല്ലേ? കൂടി പോയാ അവൻ കണ്ണൂർ വല്ല ഉത്സവ പറമ്പിലും എല്ലാം കാണും. അടിച്ചു പനഞ്ഞു കാണും. ഇവനെ കൊണ്ടൊന്നും പറ്റിയ പരിപാടിയല്ലേ ഈ നാട്ടിൽ പോയി കിടന്ന് പണിയെടുക്കാന്ന് പറഞ്ഞു. അല്ല നടക്കുന്ന കാര്യമല്ല. അവൻ ഗൾഫിലും പോകൂല, ഒരിടത്തും പോകൂല. ആണല്ലേ? അല്ല ഇപ്പൊ എന്ത് പരിപാടി? അല്ല അവൻ ആർക്കെങ്കിലും വിസ കൊടുക്കൂ? അവന് അനുമാ കണക്ക് അവന്റെ ചുണ്ടിരിക്കുന്നത്. മറ്റേ 5 കൂളും വെച്ച് എവിടെ കണ്ടല്ലേ അന്ന് ഇവിടെ വന്നപ്പോ? മറ്റേ കയ്യിലൊരു മുട്ട പപ്സ് കാണും, പരുത്തുവമ്മല പോലെ. മറ്റേ നിന്റെ ഗ്യാങ്ങല്ലേ അവിടെ നിന്ന് അടിക്കുന്നത്? അത് കുഴപ്പമില്ല. നമ്മള് സംസാരിക്കുമ്പോ പിന്നെ നമ്മൾ വേറെ മൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് ആരേട്ടാ? വള്ളിയാരേട്ടാ? ഇപ്പൊ കാര്യം പിടിച്ചടിച്ചാൽ മതി. ആണല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇങ്ങോട്ട് പോട്ടെ. വാളിയെ കാണാം. അടുത്തൊരു വള്ളിയില് കാണാം. ചോദിച്ചതാ മറ്റേ കൊരകൻ നിങ്ങളെ തിരക്കെന്ന് പറഞ്ഞു. മറ്റേ രാജരാശ്രമത്തില് തമ്പി രാജേശ്വര തമ്പി. അതറിഞ്ഞൂടാ? അതില്ലാതല്ലേ? നീ ഗ്യാപ്പിലായിരുന്നു. കേട്ടിട്ടുണ്ട്. അതെന്തായാലും SRK അല്ലേ? SRR പേടി സ്വപ്നമായിരുന്നു പയ്യൻ. ശരിയല്ലേ? ശരി. അപ്പൊ ആസ് എ പുതിയ ഓഫീസർ നമ്മളെന്ത് വിചാരിക്കും? സിറ്റിസൺസ് ഏതായാലും നമ്മളെ ചുമ്മാ കാണുമ്പോഴത്തേനും മെക്കിട്ട് കയറുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് സ്വാഭാവികമായിട്ട് ഡ്യൂട്ടി എടുക്കാൻ തോന്നുന്നില്ല അല്ലേ? അല്ല അതേസമയം നീ സംസാരിച്ച് ഒരു രീതിയിലൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ.
അല്ല നീ അങ്ങനത്തെ ആലോചിച്ച് type നോക്ക്. ഞാൻ പറഞ്ഞ അല്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട് എന്ന് ചിന്തിച്ചു നോക്ക് സാറേ. എല്ലാ ആൾക്കാരും ഉണ്ട്, മനസ്സിലായില്ലേ? അതുണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനല്ലേ സാറേ ട്രെയിനിങ് തരുന്നത് പീഡിയില്? അതാണ്. പക്ഷെ നീ നിന്റെ സൈഡിൽ നൽകും. നീ ഒരു മോശമായിട്ട് ഒരാളാണോ നല്ലൊരാളാണോ? സാറേ അത് സാഹചര്യം അനുസരിച്ചാണ് സാറേ. രണ്ടിന്റെ മിക്സ് ആണെങ്കിൽ രണ്ടിന്റെ നടുവില് ആണെങ്കിൽ ആ സമയത്ത് നമ്മളൊരു ഒരാള് ഇപ്പൊ ഞാൻ വന്നിട്ട് നേരെ വന്നിട്ട് എന്താടാ ഇവിടെ നിൽക്കുന്നത് മറ്റേ അടിയും കൂടെ തന്നാ സാറിന് എന്നെ ഇഷ്ടപ്പെടത്തില്ലല്ലോ. സാറേ ഞാൻ തിരിച്ചു പറയുന്ന മറുപടി ഞാൻ പറഞ്ഞതാണ്. സാറേ നമ്മള് ഒരാളെ സംസാരിക്കാൻ കാറ്റുമോളെ പോയിട്ടില്ലാവേ. മനസ്സിലായത്. ആ കണ്ണപ്പ എങ്ങോട്ട് പോണേ? അല്ല കാറ്റി നീ സംസാരിക്കണം. എങ്ങോട്ട് പോണേ? ഇതാരാ അവള് സംസാരം. അവളെ കമ്മിറ്റഡാ. ആ ഓക്കെ പ്രപ്പോസ് ചെയ്യാനല്ലേ? ബിലാലാണോ? അതെ ബിലാലാണല്ലോ അവളെ കമ്മിറ്റഡാ. അല്ല പ്രപ്പോസ് ചെയ്യാനല്ലേ? എല്ലാം സംസാരിച്ചോ. ഇതാരാണ്? അല്ല ബിലാലിന്റെ കാറ്റി girlfriend ആ? എന്താ പറഞ്ഞേ? അതിലെ മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? ഇങ്ങോ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മറ്റേ എന്റെ ഹൈപ്പർ പൊട്ടി നിൽക്കുകയായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ സംസാരിക്കണം. നമ്മുടെ ജോലി എന്താണ് അത് മറന്നു പോകരുത്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, പല ഓഫീസേഴ്സ് ഇപ്പം പുതിയ ജോയിൻ ചെയ്യുന്ന ഓഫീസേഴ്സിന് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതിൽ വന്നിട്ടില്ല, മനസ്സിലായി?